ഞങ്ങൾക്ക് വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുന്നു. കേരളത്തിലെ പെൺകുട്ടികളുടെ ഒരു ട്രെൻഡാണ് ഇപ്പം അത്. ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് അഡിക്റ്റുകളാണ്. വിവാഹം വേണ്ടാന്ന് തീരുമാനിക്കുക. എന്തേ കാര്യം? വിവാഹമൊക്കെ ആകുമ്പോൾ ചില നിയന്ത്രണങ്ങളൊക്കെ വേണ്ടി വരും. ഇതവർക്ക് ആടണം, പാടണം, പറക്കണം, ചേക്കേറണം, പണം സ്വരൂപ കൂട്ടണം, അതിനെന്തെങ്കിലുമൊക്കെ ഒരു മാർഗം വേണം. ലഹരിയുടെ മായാലോകത്ത് അവർക്ക് ചുറ്റിക്കറങ്ങണം, സങ്കല്പ ലോകത്ത് വിരാജിക്കണം. ഇതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ റെഡിയാണ്. ആക്ഷേപിക്കാനല്ലത് പറയുന്നത്. എൻ്റെ മുമ്പിൽ മക്കൾ നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധിയായ രക്ഷിതാക്കളുണ്ട്, പ്രത്യേകിച്ച് ഉമ്മമാരും സഹോദരിമാരുണ്ട്. എങ്ങനെയാവണം നമ്മുടെ മക്കൾ, അതിലേറെ എങ്ങനെയാവരുത് നമ്മുടെ മക്കൾ എന്നത് വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിരന്തരമായി അവരുടെ പിറകെ കൂടേണ്ടതുണ്ട്. അവരുമായുള്ള ബന്ധം നമ്മൾ ഊട്ടി വളർത്തേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചില അലസതകളുണ്ട്, നമ്മളതിനെ ന്യായം പറയും. അവനെ 5 വരെ മദ്രസക്ക് വിട്ടില്ലേ, 7ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചില്ലേ, ഇനി അവനായി അവൻ്റെ പാടായി എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കഴുകാൻ ശ്രമിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് അർഹതയില്ലെന്ന് മനസ്സിലാക്കണം. സയ്യിദ്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാപണ്ഡിതനാണ്. ഫിഖ്ഹ് അറിയുന്ന വലിയ 4 പണ്ഡിതന്മാർ, 4 അബ്ദുള്ളമാർ ചരിത്രത്തിലുണ്ട്. അതിൽ ശ്രദ്ധേയനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ. ഒരു ദിവസം നബിയോടൊത്തുള്ള യാത്രയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിര അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുതിരയുടെ മുന്നിലേക്ക് ഓടി അതിൻ്റെ മുന്നിലൂടെ അങ്ങോട്ട് പാഞ്ഞു പോകുന്നു. സയ്യിദ്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ എവിടെ നിന്നോ പെട്ടെന്ന് അവിടെ എത്തി ആ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് വട്ടം ചുറ്റിച്ച് ആ നിരയുടെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പണ്ഡിതനായ മുത്തബിഉസ്സുന്നയായ 4 മദ്ഹബുകൾ 4 അബ്ദുള്ളമാരിലേക്ക് ചെല്ലുന്നുവെന്നാണ് സൂക്ഷ്മമായ പഠനം. അതിലൊരു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന തൻ്റെ പുത്രനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലൂടെ കുതിരയോടിക്കാൻ, വാഹനം ഓടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്ന് ശക്തമായ ഭാഷയിൽ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്. വിനയത്തോടുകൂടെ, ഭവ്യതയോടുകൂടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മറുപടി പറഞ്ഞു, പിതാവേ ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ഹബീബായ നബി തങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് എൻ്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യിപ്പിച്ചതല്ല. പരിശീലനം പൂർത്തിയാകാത്തൊരു കുതിരയാണ്, അതെൻ്റെ നിയന്ത്രണം ഭേദിച്ചോടിപ്പോയതാണ്. സയ്യിദ്നാ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കുതിരയും മറ്റു ജന്തുക്കളും ഇല്ല. അവിടുന്ന് തലതിരിച്ചുകൊണ്ട് കൊന്നു ബാക്കിലാക്കി വെച്ചു. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വലിയ പണ്ഡിതനായ തൻ്റെ മകനിൽ നിന്ന് ചെറിയൊരു അദബുകേട് പോലെയുള്ളത് സംഭവിച്ചപ്പോൾ അവനെ ശക്തമായ ഭാഷയിൽ തിരുത്താൻ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തയ്യാറാകുന്നു. ഇതാവണം നമ്മുടെ ജീവിതം.